ഹായ്, പുതിയൊരു ഫിഷിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരാഴ്ചയായി ഞാൻ ഫിഷിങ്ങിന് ഇറങ്ങിയിട്ട്. ഇന്ന് മൊത്തം ശോകമായിരുന്നു. കാരണം വാഹയെ തപ്പി ഇറങ്ങിയത് കിട്ടിയില്ല. എല്ലാം ചെറിയ സൈസ് വാഹയെ നിൽക്കുന്നത്. അതിലൊരു വലുതാണെന്നും പറഞ്ഞ് അടിച്ചാൽ ചെറിയൊരു വാഹയായി പോയി. ഈ പുറകെ കാണുന്ന യാറിൻ്റെ സൈഡിൽ പാറയുണ്ട്. സൈഡ് പറ്റി പോയപ്പോൾ ഞാൻ വെച്ച് വലുതാണെന്ന് പറഞ്ഞ് പെട്ടെന്ന് അടിച്ചടിയാണ്. അപ്പം വലുതായിട്ട് ശ്രദ്ധിക്കാൻ നിന്നില്ല, അങ്ങ് അടിച്ച്. എന്തായാലും അതിനെ എടുത്ത് കേരളത്തിൽ ഇറങ്ങേണ്ട വന്ന് പാറയുടെ ഇടയിൽ കയറി പിന്നെ എടുത്തെന്തായാലും. അപ്പോൾ ഇന്ന് വാഹയൊക്കെ ഒരു ചിരിയുള്ളൊരു വാഹയെ കിട്ടിയത്. ചെമ്പല്ലിയും കരിമീനൊക്കെ ഉണ്ട്. അപ്പോൾ ഉള്ളത് കൊണ്ട് നിങ്ങൾ തൃപ്തിപ്പെടുക. നമുക്ക് നല്ല വാഹ ഷൂട്ടൊക്കെ ഇടാം. ഇപ്പോൾ കിട്ടിയ മീനെയൊക്കെ നമുക്കൊന്ന് കാണാം കേട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോ ഒക്കെ കണ്ടിട്ടോ. എന്തായാലും അഡ്ജസ്റ്റ് ചെയ്ത് കാണുക. നമ്മൾ നല്ലൊരു വീഡിയോ ഞാൻ ഇടാം കേട്ടോ. അപ്പോൾ ഇതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കാണും, ഒന്ന് ക്ഷമിക്കുക. അടിപൊളി ഒരു ഷൂട്ടായിരുന്നു. പക്ഷെ എന്തോ ചെയ്യാനാണ്, അത് നമുക്ക് കിട്ടിയില്ല. സെക്കൻഡ് ഷൂട്ടിൽ നല്ലൊരു ചെമ്പല്ലി നമ്മൾ അടിച്ചെടുക്കുന്നത്. നമുക്ക് ആ ഷൂട്ടിലോട്ടൊന്ന് പോകാം കേട്ടോ. ഇത് അടിച്ച് കയറിയത് എങ്ങനെയാണെന്ന് നോക്കിക്കോണേ. കുത്തനെ അടിച്ചിരിക്കുന്നത്, ചെമ്പല്ലിയുടെ ദേഹത്തെ ഡാർട്ട് ഇരിക്കുന്നതെന്ന് നോക്കിക്കോണേ. ഡീപ്പ് ഡാർട്ട് കേട്ടോ, ഹാൻഡ് മെയ്ഡ്. ഞാൻ നാളിലെ പറഞ്ഞത് ഹാൻഡ് മെയ്ഡ് ഡീപ്പ് ഡാർട്ട് വെച്ച് അടിക്കുന്നത്. ഓക്കെ 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 ചെറിയ പറഞ്ഞത് അത്രയും വെയിറ്റിട്ട് കുത്തി അടിച്ചിട്ടും അതിൻ്റെ ശരീരത്തെ ഡാർട്ടങ്ങ് അപ്പുറത്തിറങ്ങില്ലാണ്ട് പകുതി ഏറിയിരുന്നേ. അപ്പോൾ നോക്കിക്കോണേ അതെന്തുമാത്രം താഴ്ചയിലാണ് നിൽക്കുന്നതെന്ന്. അടിപൊളി ഡാർട്ടായിരുന്നു കേട്ടോ. പിന്നെ അതൊക്കെ മാറ്റി നമ്മൾ പിന്നെ അടുത്ത ഷൂട്ടൊക്കെ തുടങ്ങിയതൊക്കെ പിന്നെ ഹാൻഡ് മെയ്ഡ് നോർമൽ ഡാർട്ടായിരുന്നു. ആ ഡാർട്ട് നമ്മൾ ഫ്രണ്ട് മുനയൊക്കെ ഇച്ചിരി കുറച്ച് ഡീപ്പ് ഡാർട്ടാക്കിയായിരുന്നു ഞാൻ പിന്നെ അത് അടിച്ച് തുടങ്ങിയത്. അതും കിടിലോ. ഞാൻ എൻ്റെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ആ ഡീപ്പ് നമ്മുടെ സാധാ നോർമൽ ഡാർട്ടിൻ്റെ ഫ്രണ്ട് ഒന്ന് കുറച്ച് ഡീപ്പ് ഡാർട്ടാക്കാമെന്ന്. അങ്ങനെ ലോങ് നീന്നൊരു വാഹയൊക്കെ ഞാൻ അടിച്ചെടുത്തായിരുന്നു. അതിന് നമുക്ക് അടുത്തൊരു വീഡിയോയിലോട്ട് പോകും. ഇവിടെ അവൻ്റെ ഒരു കരിമീനെ ഞാൻ അടിച്ചെടുക്കുന്ന നോക്കിക്കണേ. പാറയുടെ മേളിൽ നിൽക്കുകയോ, അടി കൊണ്ടില്ലെങ്കിൽ പാറക്കേ കൊള്ളൂ. അതുകൊണ്ട് ഞാൻ അവിടെ ഇരിക്കും. ഇരുന്നാണ് ഞാൻ ആ കരിമീനെ അടിച്ചെടുക്കുന്നത്. ഇവിടെ മുതൽ നമ്മൾ നോർമൽ ഡാർട്ട് ഡീപ്പ് ഡാർട്ടാക്കി കരിമീനെയൊക്കെ അടിച്ചിറങ്ങുന്നത്. അതുകൊണ്ട് അടിപൊളിയായിട്ട് അടിച്ചിറങ്ങി പോയ സൗണ്ട് കേട്ടില്ലേ. വലിയ വാഹനമൊക്കെ വേണമെങ്കിൽ നമ്മൾ ഇച്ചിരി രാവിലെ ഇറങ്ങണം. അവിടെ ചെന്നൊരു ചേട്ടൻ പറഞ്ഞു ഇച്ചിരി രാവിലെ ഇറങ്ങാമെങ്കിൽ നല്ല വലിയ വാഹയൊക്കെ കൊണ്ടുപോകാമെന്ന്. ഇപ്പം ചൂടായതുകൊണ്ട് ഇപ്പം വെള്ളത്തിൻ്റെ ഏറ്റവും അടിയിൽ പോയി നിൽക്കുക കേട്ടോ. തണുപ്പുള്ള ഭാഗങ്ങളിൽ അത് കൂടുതൽ മാറി നിൽക്കുന്നത്. അതുകൊണ്ട് ഞാൻ പലയിടത്തും പോയി കറങ്ങി നോക്കി. ശീലാന്തിക്ക് നിൽക്കുന്നിടത്തൊക്കെ നോക്കി വാഹ കിട്ടാനുണ്ടോ എന്ന്. പക്ഷേ ആ ഭാഗത്തൊന്നും ഒന്നിനെയും കണ്ടില്ല. എന്തായാലും ഒരു ദിവസം നമുക്ക് ഇച്ചിരി രാവിലെ കയറണം കേട്ടോ. ഇനി അടുത്തൊരു ഷൂട്ടിലോട്ട് പോകാം. ഇനി അടുത്ത വാഹ ഷൂട്ട്. ഇവിടെ നിന്നുകൊണ്ട് ഞാൻ അങ്ങൊരു വാഹ ഇങ്ങനെ സൈഡ് പറ്റി പോകുന്നുണ്ട്. ഇപ്പുറത്തൂടെ ഇറങ്ങി അനങ്ങാതെ ചെന്നാൽ അതിനെ അടിക്കുന്ന നോക്കണം. വലുതാണെന്നും പറഞ്ഞാൽ അടിച്ചതാണ്. അതിനി അടുത്ത് വന്നില്ല. അതൊന്ന് പൊങ്ങിയെങ്കിലും അടിക്കാൻ പറ്റും കേട്ടോ. അവിടുന്ന് വരുന്നതേ ഉള്ളൂ കേട്ടോ. അടുത്ത കരിമീനൊക്കെ നിൽക്കുന്ന നോക്കണം അടുത്ത് കേട്ടോ. കണ്ടോ കരിമീനൊക്കെ നിൽക്കുന്നുണ്ടോ. അടി കൊണ്ട് മീനങ്ങ് കല്ലിൻ്റെ ഇടയിൽ കയറി. എന്തായാലും ഇറങ്ങണ്ട വന്ന് കേട്ടോ. ഇതിൻ്റെ പകുതി ഞാൻ വെട്ടി കുറയ്ക്കുന്നുണ്ട് കേട്ടോ. ഇല്ലെങ്കിൽ അത്രയും നീളമുണ്ട്. നമ്മൾ കമ്പൊക്കെ എടുക്കുമ്പോഴത്തേന് അത്രയും സമയം പോവും. അതുകൊണ്ട് ഞാൻ ഇച്ചിരി വെട്ടിക്കുറയ്ക്കുകയാണ്. അതിന് വെട്ടിക്കുറച്ച് നമ്മൾ ബാക്കി ഇടുന്നത്. അവിടെ ഒരു ഉണക്കോല കിടക്കുന്നുണ്ടോ, അതും എടുത്തുകൊണ്ടാണ് ഞാൻ പിന്നെ ആ കല്ലിൻ്റെ ഇടയിൽ കയറി കുത്തി കിടക്കുന്നത്. കുത്താൻ ചെന്നപ്പോഴേ അതിന് ഇറങ്ങി പോരുന്നു. അയ്യോ വളരെ ഇളകി. ഈ മീൻ ഭയങ്കര വിഷയം. അത് കിട്ടി. ചെറുതായിരുന്നു. പക്ഷേ ചെറുതായിരുന്നു. മെനക്കേടായല്ലേ ഇതിന്. വലുതാണെന്നും പറഞ്ഞ് അടിച്ചതാ. ഇവിടുന്ന് 2-3 ഷൂട്ട് മിസ്സായി. അതുകൊണ്ട് ഇവിടെ നല്ല അടിപൊളി കരിമീൻ കിടന്ന് കറങ്ങും. ഒരു ചെമ്പല്ലിയെ കണ്ടുകൊണ്ട് ഞാൻ ഈ സൈഡിലോട്ട് മാറും കേട്ടോ. മാറി ഇന്നെ അടിക്കാൻ പറ്റും. എന്നെങ്കിലും നമ്മൾ കറക്റ്റ് അതിനെ കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മളെ നോർമൽ ഡാർട്ടിലാണ് അടിക്കുന്നത്.
ഇവിടുന്ന് 2 കരിമീനും ഒരു ചെമ്പല്ലിയും കിട്ടി കേട്ടോ. ഒറ്റ ഷോട്ടിലെടുത്തിരിക്കുന്ന വീഡിയോ. നമ്മളത് കട്ട് ചെയ്ത് കയറ്റിയിട്ടങ്ങുമില്ല. ചെറിയ ചെമ്പല്ലി. ചെറിയ ചെമ്പല്ലി ചെറുതാണെങ്കിലും കടിച്ചാൽ അടിപൊളി കേട്ടോ. എൻ്റെ ഈ കരിയിലയൊക്കെ ചവിട്ടുന്ന സൗണ്ട് കൊണ്ട് അടിപൊളി ഒരു കരിമീൻ നിൽപ്പുണ്ട്. നമുക്കൊന്ന് അടിച്ചു നോക്കാം. അടിപൊളി ഒരു കരിമീൻ. സൈസ് കറക്റ്റ് എൻ്റെ കൈ വലിപ്പമുണ്ട്. അങ്ങനെ മുള്ള് കറക്റ്റ് പിടിച്ചില്ലെങ്കിൽ പണി തരും. ഓർമ്മ കൂടെ കൊണ്ട് തോന്നുന്നു. ഈ ഭാഗത്തെ ലാസ്റ്റ് ഷൂട്ടാത് കേട്ടോ. ഇനി നമുക്ക് വേറെ സ്പോട്ടിലോട്ട് പോകണം. അവിടെ ചെന്ന് നമുക്ക് ബാക്കിയുള്ള പരിപാടി നോക്കാം. മറ്റേ വലിയ കുഴപ്പമില്ല. മറ്റേനൊക്കെ വെച്ചിട്ടുള്ള മീഡിയം. കൊണ്ട് നോക്കട്ടെ. അപ്പോൾ വന്ന 3 എണ്ണത്തിനെ നമ്മൾ പൊക്കി. നമുക്കിപ്പോൾ ഇറക്കിയതാ. ചെമ്പല്ലി ചെറുത് ഉണ്ട്. ഇവിടുന്ന് ചെറിയൊരു ചെമ്പല്ലി ഞാൻ അടിച്ചെടുക്കുന്നു. വേണമെന്ന് വെച്ചാൽ അടിക്കുന്നതല്ല കേട്ടോ. അത് ഓടിപ്പോകാൻ തിരിച്ച് വരും, ഓടിപ്പോകാൻ തിരിച്ച് വരും. എന്നെ ഇങ്ങനെ നോക്കി നിൽക്കുമായിരുന്നു. ഫിഷിങ്ങിന് പോകുന്നവർക്കൊക്കെ അറിയാം. ചെമ്പല്ലി നമ്മളെ കണ്ടു കഴിഞ്ഞ് ഇങ്ങനെ വന്ന് നോക്കി മേലോട്ട് നോക്കി നിൽക്കും. അങ്ങനെ പറ്റിച്ചതാണ് കേട്ടോ. പിടിക്കണമെന്ന് വലിയ ആഗ്രഹമൊന്നുമില്ലായിരുന്നു. അപ്പം ഇന്നത്തെ ലാസ്റ്റ് ഷൂട്ടാണ് കേട്ടോ. ചെമ്പല്ലി ചെമ്പല്ലി ചെമ്പല്ലി. എല്ലാം ചെറുതാണോ കുഞ്ഞ്? സൈഡിലൊക്കെ അടി ചെറുതാണ്. ഇതിനൊക്കെ ചെറുതിനെ അടിച്ചപ്പോൾ വാഹ 2 വലുത് വന്നു. അപ്പോൾ എനിക്ക് കിട്ടിയ ഇന്നത്തെ മീനെയൊക്കെ നമുക്കൊന്ന് കാണാം. ഒന്ന് കണ്ടിട്ട് വരാം. ഉണ്ടോ ഇന്നത്തെ എനിക്ക് കിട്ടിയ മീന. വലിയ കുഴപ്പമൊന്നുമില്ലാത്ത മീനല്ലേ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വാഹ ഷൂട്ടൊക്കെ നമുക്ക് എടുക്കുമ്പോൾ ഒരു ദിവസം രാവിലെ പോയെങ്കിലേ വാഹയെ കിട്ടത്തുള്ളൂ. അല്ലാതെ നമുക്ക് കിട്ടത്തേങ്ങുമില്ല. അതുകൊണ്ട് ഇന്ന് എത്രയും കിട്ടിയത് എൻ്റെ ഭാഗ്യം. ഇല്ലെങ്കിൽ ഇതും കിട്ടത്തില്ലായിരുന്നു. ഞാൻ പോയത് ഉച്ചയ്ക്കാണ്. അപ്പം ഇതിൽ നല്ലൊരു വീഡിയോ നമുക്ക് കാണാം. ഓക്കെ.